നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയ നടപടിയിൽ പോലീസിന്റെ അസാധാരണ നീക്കം. ജാമ്യം അനുവദിച്ച കോടതിയെ കൊണ്ട് തന്നെ ഉത്തരവ് റദ്ദു ചെയ്യാൻ പോലീസ് ഹർജി നൽകി. ഹർജിയിൽ തിങ്കളാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും. ഇഡി ഉദ്യോഗസ്ഥരെ കേസിൽ കക്ഷി ചേരാനും കോടതി അനുവാദം നൽകി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം ഹൈക്കോടതിയിലും. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഹരീഷ് കുമാറിന് ജാമ്യം നൽകിയത് സർക്കാർ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഡി അപ്പീൽ. സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. 50 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര ജീവിതത്തിൽ 25 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിങ്കളാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം അതീവ നിർണായകം. UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതിൽ CPM സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. കൌൺസിലർ സുഗതന് ജാമ്യത്തിൽ ഇളവ് ലഭിച്ചില്ലെങ്കിൽ പരമാവധി അംഗങ്ങൾ യോഗത്തിൽ വിട്ടുനിന്ന് അവിശ്വാസ പ്രമേയ നീക്കത്തെ നേരിടാനാണ് BJP തയ്യാറെടുക്കുന്നത്. സംസ്ഥാനത്ത് അംഗനവാടികൾക്ക് പുതിയ മാനദണ്ഡം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തീരുമാനം കൊച്ചിയിൽ 3.5 വയസ്സുകാരി അംഗനവാടിയിൽ ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. അംഗനവാടികളിലേക്ക് പുറത്തുനിന്നും ആളുകളെ കയറ്റിവിടുന്നതിന് കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നും മന്ത്രി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി 29ലേക്ക് മാറ്റി. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന SIT സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് SIT റിപ്പോർട്ടിലുള്ളത്. പന്തളത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണവുമായി കുടുംബം രംഗത്ത്. നെഞ്ചുവേദനയെ തുടർന്ന് പന്തളം ക്രിസ്ത്യൻ മിഷൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ ആലപ്പുഴ നൂറനാട് സ്വദേശി പങ്കജാക്ഷന്റെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ECG എക്കോ ഫലങ്ങളിൽ വ്യതിയാനമുണ്ടായിട്ടും 73കാരനായ രോഗിയെ TMT പരിശോധനയ്ക്ക് വിധേയനാക്കിയതാണ് മരണകാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തൃശൂരിൽ സിറ്റി ഡാൻസാഫിന്റെ വൻ MDMA വേട്ട. 323 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഗുരുവായൂർ പാവറട്ടെ സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായത്. സ്ത്രീകൾ ഒരാളുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് 2 ഗ്രാം MDMA കണ്ടെടുത്തത്. ഡാൻസാഫിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പീച്ചി വാണിയമ്പാറയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിലേക്ക് പുറപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉറപ്പിക്കാനാണ് സന്ദർശനം. വൈകിട്ട് സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ബേസിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി രാത്രി പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ആതിഥേയത്വം വഹിക്കുന്ന ഔദ്യോഗിക വിരുന്നിലും പങ്കെടുക്കും. US ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇറാനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി US. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ റഡാർ കേന്ദ്രങ്ങളിലടക്കം US സൈന്യം ആക്രമണം നടത്തിയത്. ഇരട്ട ഭൂകമ്പം തകർത്ത വെനസ്വേലയിൽ കടുത്ത ആശങ്കയായി മരണസംഖ്യ ഉയരുന്നു. 970 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 3000-ലേറെ പേർക്ക് പരിക്കേറ്റു. തകർന്നടിഞ്ഞ 100 കണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ രാപകൽ വ്യത്യാസമില്ലാതെ തെരച്ചിൽ നടത്തുകയാണ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.